മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിരുന്ന സകല ന്യായീകരണ തൊഴിലാളികളും ഇപ്പോ എന്തു പറയുന്നു? ഇമ്മാതിരിയുള്ള സകലരും നിരന്തരം വിളിച്ചു പറഞ്ഞത് യുവതി എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നായിരുന്നു. യുവതി പരാതി കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളത് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ വി.ഡി. സതീശന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരം നെറികേടുകൾ അറിയാമായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കതും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ഇപ്പോഴും കുറെ ആളുകൾ പറയുന്നുണ്ട്, ഇത് രാഷ്ട്രീയ ശത്രുത കൊണ്ട് ആളുകൾ അടിച്ചിറക്കുന്നതാണ് എന്നൊക്കെ. അത്തരം സകലരോട് പറയാനുള്ളത്, കോൺഗ്രസിലെ വനിതാ നേതാക്കൾ, പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാവായിട്ടുള്ള സജൻ എന്ന് പറയുന്ന വനിതാ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. അവര് പറയുന്നതൊന്ന് സകല ആളുകളും ഒന്ന് കേട്ടു നോക്കുക. അവര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാ. ഇതൊരു രാഷ്ട്രീയ ശത്രുത കൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കിയതാണ് എന്ന് ഒരിക്കൽ പോലും ബോധമുള്ള ഒരാളും കരുതരുത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പിന്നെ ന്യായീകരിച്ച് നടക്കുന്ന രാഹുൽ ഈശ്വരനെയും പിഷാരടിയെയും ഉൾപ്പെടെ നല്ല കൊട്ടുകൊട്ടി തന്നെയാണ് ഈ വനിതാ നേതാവ് മുന്നോട്ട് പോകുന്നത്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പാർട്ടി അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണം. പടിയടച്ച് പിണ്ഡം വെക്കണം. രാഹുൽ മാങ്കൂട്ടമല്ല, അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം. ഞരമ്പൻ എന്ന നാടൻ ഭാഷ CPM സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണേൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല. പാർട്ടി നടപടി എടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ. ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതി ഉള്ളത്? പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണം. നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവരല്ല, ഇരകൾക്കുള്ളതാണ്. ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാം മാധ്യമത്തിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാ പേർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ്. അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും? എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ്. അത് രാജിവെച്ചതല്ല, വെപ്പിച്ചതാണ്. മറ്റു കാര്യങ്ങൾ മാന്യതയോർത്ത് ഇപ്പോൾ പറയുന്നില്ല. എരിയും രമേശ് പിഷാരടിമാരോടും രാഹുൽ ഈശ്വർമാരും വരും. അവരോട് മറ്റൊന്നും പറയാനില്ല. സ്ത്രീപക്ഷം എന്ന പക്ഷമുണ്ട്. തൻവിയും അനുശ്രീയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികളിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ. സ്വല്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത്. പോലീസ് ലാത്തി ചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസ് ആക്കി അത് പോസ്റ്റ് ചെയ്യാൻ PR സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണി പാവങ്ങളായവരുമൊക്കെ പാർട്ടിയിലുണ്ട്. അതിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ഡം വെച്ച് മതിയാവുകയുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാവ് രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചതാ. മാത്രമല്ല, ഇപ്പൊ പരാതി യുവതി കൊടുത്തതോട് കൂടിയിട്ട് ഇതേ വനിതാ നേതാവ് രംഗത്തെത്തിയിട്ട് AICCക്ക് പരാതി കൊടുക്കുന്നു, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു എന്നുള്ളതും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തില് എത്രത്തോളം നെറികേടുമായിട്ടാണ് സ്വന്തം പാർട്ടിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു വനിതാ നേതാവ് ഈ രംഗത്തെത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ നിരത്തി സംസാരിക്കുമ്പോഴും ഇവിടെ ഒരുപാട് ന്യായീകരണ തൊഴിലാളികളാ ഒരു ഉളുപ്പില്ലാതെ രാഹുലിനെയും പിന്തുണച്ചുകൊണ്ട് ന്യായീകരിക്കാൻ പാർട്ടി ഉണ്ടാവില്ല എന്ന് ഈ വനിതാ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് വളരെ വലിയ യാഥാർത്ഥ്യ. ഇമ്മാതിരിയുള്ളവന്മാരെ ചുമന്ന് നടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വരുന്ന നിയമസഭാ ഇലക്ഷനോട് കൂടിയിട്ട് കേരളത്തിൽ എടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന് എന്താ? ഇനി
രാഹുൽ മാങ്കൂട്ടത്തിന് കാരണം എഴുതി വെച്ചോളൂ. 2025 നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അതിൽ പ്രധാന പങ്ക് വഹിച്ചത്, പ്രധാന വലിയ രീതിയിൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും. ഒരു തർക്കം ആർക്കും വേണ്ട. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടാൻ പോകുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇതൊരാള് മാത്രമൊന്നല്ല, യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാര് കൃത്യമായിട്ട് രംഗത്തെത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ടും ഇവിടെയുള്ള ന്യായീകരണ തൊഴിലാളികൾ രാഷ്ട്രീയ ശത്രുത കൊണ്ട് CPM അല്ലെങ്കിൽ BJP ഇത്തരത്തിലാ പറഞ്ഞു പോകുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവാ, അല്ലാതെ BJP നേതാവല്ല, CPM നേതാവല്ല, DYFI നേതാവല്ല, യുവമോർച്ച നേതാവല്ല. ഈ സംസാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവാ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തുന്നത് അവർക്കല്ലേ അറിയൂ. അവരുടെ പാർട്ടിയില് ഈ രാഹുൽ മാങ്കൂട്ടത്തില് എന്തൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്ന് അവർക്കറിയുന്നതിലപ്പുറം ഏതായാലും പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് തന്നെയല്ലേ വലിയ യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അടിയന്തരമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമാവുന്നത്, അനേകം പരാതികൾ ഇത് സംബന്ധിച്ചുണ്ട്. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, നിരവധി പെൺകുട്ടികളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു MLA എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു യുവ MLA നടത്തിയിരിക്കുന്നത്. പ്രശ്നം അതീവ ഗൗരവതരമാണ്. ഈ പെൺകുട്ടിയുടേത് മാത്രമല്ല, പേര് പറയാൻ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പല കാരണങ്ങൾ കൊണ്ടും മടിച്ചിരുന്ന നിരവധി പെൺകുട്ടികളുടെ കഥ ആഭ്യന്തര വകുപ്പിന് അറിയാം. പോലീസ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പെൺകുട്ടികളുടെ പരാതികൾ കൂടി പരിശോധിക്കണം. അത്തരം പരാതികൾ കൂടി രേഖപ്പെടുത്താൻ തയ്യാറാവണം. ഗൗരവമേറിയ ഒരു വിഷയമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ മോശം പ്രവണതയാണ് ഒരു MLA യുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അടിയന്തരമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ പാലക്കാട് MLA അടിയന്തരമായി രാജിവെപ്പിക്കണം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ VD സതീശനും ശ്രീ സണ്ണി ജോസഫും തയ്യാറാവണം. കോൺഗ്രസ് എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ വലിയ വായിൽ സംസാരിക്കുന്നവരാണ്. ശ്രീ VD സതീശന് തന്നെ നേരിട്ട് അറിയാവുന്ന നിരവധി കേസുകളുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച നിരവധി പെൺകുട്ടികളുടെ കാര്യം ശ്രീ VD സതീശന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഈ പരാതികളെല്ലാം വന്നിട്ടുള്ളതാണ്. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവരാണ്. ജനപ്രതിനിധികളായിട്ടുള്ള പല സീനിയർ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ പോലും ഗൗരവമേറിയിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ്സിൽ എല്ലാവർക്കും അറിയാം, അങ്ങാടിപ്പാട്ടാണ്. പക്ഷേ ഇതുവരെ അവർ പറഞ്ഞിരുന്നത് പരാതിയില്ല 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 എന്നായിരുന്നു. ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നു. അടിയന്തര നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. എല്ലാ കേസുകളും VD സതീശനുമായി ചേർന്ന് ഒത്തുതീർപ്പാക്കുന്ന ശ്രീ പിണറായി വിജയൻ ദയവായി ഈ കേസെങ്കിലും ഒത്തുതീർപ്പാക്കരുത് എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം. നിങ്ങൾ കേട്ടില്ലേ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ വീടുകളിൽ പോലും ഇത്തരം പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്നുള്ളത് അങ്ങാടിപ്പാട്ടാണ് എന്നുള്ളത് ഉൾപ്പെടെയാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഇത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന സകല തൊഴിലാളികളും സകല ആളുകളോടും പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം നടപടിയെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം പാർട്ടിയാ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് ആദ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാ. ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഇത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് അവര് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എതിരെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഇപ്പോഴും ഒരു എളുപ്പമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ന്യായീകരിക്കുന്ന സകലരോടും പരമ പുച്ഛം